ചെർപ്പുളശ്ശേരി നഗരസഭ പരിധിയിൽ ക്വാറികളുടെ പ്രവർത്തനം മൂലം തകർന്ന റോഡുകൾ നവീകരിക്കാൻ ക്വാറി ഉടമകളിൽ നിന്ന് തന്നെ തുക ഈടാക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. ചെറിയ അറ്റകുറ്റപ്പണികൾക്ക് പകരം പാതകൾ BMBC നിലവാരത്തിൽ തന്നെ പുനർനിർമ്മിക്കാനാണ് നഗരസഭയുടെ നീക്കം. അമിതഭാരമുള്ള ലോറികൾ നിരന്തരമായി കടന്നുപോകുന്നത് റോഡുകളുടെ നാശത്തിന് കാരണമാകുന്നു എന്ന പരാതിയിൽ കൗൺസിലിൽ വലിയ ചർച്ചകളാണ് നടന്നത്. തൂത, കുളപ്പുഴ, പന്നിയംകുറിശി, തിരുമാതാംകുന്ന് ക്ഷേത്രം റോഡ് എന്നീ റോഡുകളാണ് ക്വാറികളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പാതകളുടെ നവീകരണം BMBC നിലവാരത്തിൽ തന്നെ പൂർത്തിയാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ആദ്യം മുതൽ നമ്മൾ സൂചിപ്പിച്ചത് അവിടെ ഇന്റർലോക്കാണ് ബെറ്റർ. കാരണം ഇന്റർലോക്ക് എവിടെയാണ് വേണ്ടത് നമ്മൾ അടിച്ചു പണിയാൻ സൗകര്യം. മാത്രമല്ല പഴയ 5 മീറ്റർ റോഡിലാകുമ്പോഴാണ് നമ്മുടെ പുതിയ കുടിവെള്ളം സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ അമ്പതിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ എടുത്തിട്ടുള്ളത്. ആ പൈപ്പ് ലൈൻ നിലവിൽ റോഡിന്റെ ഈ നിലവിലുള്ള 10 മീറ്റർ റോഡിന്റെ നടുവിലൂടെ ഇപ്പോൾ നിലവിൽ അമ്പതിന്റെ പൈപ്പ് ലൈൻ പോകുന്നത്. ഒരു പുതിയ വീട് അല്ലെങ്കിൽ പുതിയ താമസക്കാരുടെ പുതിയ കണക്ഷൻ കൊടുക്കണമെങ്കിൽ കോൺക്രീറ്റ് പോലുള്ള അല്ലെങ്കിൽ BFPC പോലുള്ള വർക്കുകൾ വന്നാൽ ഞങ്ങളവിടെ താമസിക്കുന്ന ഞങ്ങളുടെ ആളുകൾക്ക് ആ പ്രദേശത്തുള്ളവർക്ക് ബുദ്ധിമുട്ടായി മാറും. അപ്പൊ അവിടേക്ക് ഇന്റർലോക്ക് ആയിരിക്കണം എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പരിസരമാരും അവരുടെ സ്ഥലം സന്ദർശിച്ചപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്റർലോക്ക് വേണമെന്നുള്ളത് ഒരു പരിധി വരെ അവിടെ പുതിയതായ സ്ഥിതിയോ സ്ഥലത്ത് താഴാൻ സാധ്യതയുണ്ട്. ഈ സംസാരിച്ചപ്പോൾ താഴ്ന്ന സ്ഥലങ്ങൾ റിപ്പയർ ചെയ്യാൻ കഴിയും ഇന്റർലോക്ക് എന്നുള്ളത്. മാത്രമല്ല ഇത്തരം കുടിവെള്ള ആവശ്യങ്ങൾ വരുമ്പോൾ പുതിയ കണക്ഷൻ നമുക്ക് ഇപ്പോൾ പൈപ്പ് നടുവിലൂടെ മാറിയിട്ടുണ്ട്. പുതിയ അപ്പൊ അതുകൊണ്ട് അവിടെ ഇന്റർലോക്ക് പ്രൊമോട്ട് ചെയ്യണം. എല്ലാ വർക്ക് ആണ് ചെയ്യേണ്ടത്. അതിന് എത്ര ചെലവ് വന്നാലും അത് കാണാൻ ചെയ്യണം. അത് ഇന്റർലോക്ക് ചെലവ് കൂടുതലാണെന്ന് പറയുന്നത്. ചെലവ് കൂടുതലാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ ഉണ്ടായിരുന്ന റോഡ് മതി. ഇപ്പൊ റോഡ് വലുതാവേണ്ട ആവശ്യം വന്നുള്ള പുതിയ കോറിക്കാണ്. അവർക്ക് മാത്രമല്ല ഞങ്ങൾ ജനങ്ങളെ പരിഗണിച്ച് എല്ലാ തീരുമാനങ്ങൾ ഉണ്ടാവണം പറയുന്ന ആവശ്യമുള്ളത്. വലിയ വണ്ടികൾ 10 വീലറുള്ള വലിയ വാഹനങ്ങളൊക്കെയാണ് തപ്പുന്നത്. ഇതൊന്നും അനുമതിയുള്ളതല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും വലിയ വാഹനങ്ങളുള്ള റോഡുകൾ അതല്ല എന്നുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ വലിയ വാഹനങ്ങൾ പോകുന്നുണ്ട്. റോഡ് കേടുന്ന അതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി നേരത്തെ സൂചിപ്പിച്ചു. എന്റെ ഒരു അഭിപ്രായം അതിൽ അവരിൽ നിന്ന് തുക ഈടാക്കിക്കൊണ്ട് അതിന് എത്രയാണോ ആ റോഡ് BMBC നിലവാരത്തിൽ ചെയ്യാൻ, ആ റോഡുകൾ മുഴുവൻ വർക്ക് ചെയ്യാൻ എത്രയാണോ നഗരസഭ അത് തുക ഈടാക്കിക്കൊണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള വർക്ക് നടക്കണം എന്നുള്ളതാണ്. അത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടതുമാണ്. അതിപ്പോൾ ഈ ഒരു മഴക്കാലം ആവുന്നതിന് മുമ്പ്, അതായത് മഴ പെയ്യുന്നതിന് മുമ്പ് ആ വർക്ക് നമുക്ക് ചെയ്യാൻ കഴിയണം എന്നുള്ള നിലയ്ക്ക് അടിയന്തരമായി ഏറ്റെടുത്തുകൊണ്ടുണ്ട്. കാരണം മഴക്കാലം ഇനി താങ്ങാനുള്ള ഒരു സ്ഥിതി ആ റോഡുകൾക്കില്ല. ഇപ്പൊ തന്നെ അവർ തോന്നുന്ന പോലെ റോഡിൽ ഓരോന്ന് കൊണ്ടുവന്നിട്ടും അവർക്ക് സൗകര്യപ്രദമായിട്ട് വണ്ടി ഓടാൻ ഇതിന് വേണ്ടിയിട്ട് കോറി വേസ്റ്റും മറ്റു കല്ലും കട്ടയൊക്കെ കൊണ്ടുവന്ന പല സ്ഥലങ്ങളിലും ഇപ്പോഴിട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് അതാ സ്ഥിതി. കോറിക്കാർക്ക് നേരിട്ട് റോഡ് പണിയും ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ സ്വന്തം സ്വത്തായി, സ്വകാര്യ സ്വത്തായിട്ട് മാറുന്ന സ്വഭാവമാണ്. മുൻകാലങ്ങളിൽ നമ്മൾ അവലംബിച്ച രീതി അവരെ കൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നതൊക്കെ ഇപ്പൊ അവരുടെ ഒരു മുതലായി മാറി. ഇപ്പൊ നഗരസഭയുടെ റോഡല്ല, ഇപ്പൊ കോറിയുടെ റോഡാന്നുള്ളതാണ്. വണ്ടിയോട് ഓടുന്നതും അവരുടെ കിടപ്പുകളൊക്കെ കാണുമ്പോൾ കോറിക്കുള്ള റോഡ്. അതായത് ഇത് നഗരസഭയുടെ അജണ്ടയിൽ പോലും കോറി റോഡായി മാറി. അജണ്ടയിൽ പോലും പതിയും കോറി റോഡ്. അപ്പൊ റോഡിന്റെ പേര് കോറി റോഡാണ്. ഔദ്യോഗികമായി അജണ്ടയിൽ പതിയും കോറി റോഡാണ്. കോറി റോഡായിട്ട് അത് മാറ്റം വരുന്നത് അത് അംഗീകരിക്കാൻ പറ്റാൻ നമ്മുടെ നഗരസഭയുടെ റോഡാണ്. അത് കോറിക്കാർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ മിനിയാന്ന് കൊടുത്തിട്ട് കോറി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ അജണ്ട ഉണ്ടാവുന്നത് മറ്റു കാര്യങ്ങൾ ഒരു കാരണവശാലും കോറി വേസ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ അവിടെ നടക്കില്ല. അതിനുള്ള ഇപ്പൊ സഹിക്കുന്ന ദുരിതം ഓർത്ത് ജനങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. അവിടെ വേണ്ടത് BMBC നിലവാരത്തിലുള്ള റോഡ് അവിടെ വർക്ക് പൂർത്തീകരിക്കണം. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. ഈ മഴ പെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയണം. അതിന് യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്താ ചെയ്യാൻ പറ്റുന്ന ചെയ്ത് അവരിൽ നിന്ന് അതിന് എത്രയാണോ ചെലവ് വരുന്നത് കണക്കാക്കി ഉടൻ തന്നെ അത് വാങ്ങിയിട്ട് നേരത്തെ പറഞ്ഞ വകുപ്പ് പ്രകാരം അവരുടെ കാശ് വാങ്ങാൻ പറ്റുമെന്നാണ് പറയുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ക്വാറി ഉടമകളെ അറിയിക്കുന്നതിനും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പ്രവൃത്തികൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുന്നതിനും യോഗത്തിൽ തീരുമാനമെടുത്തു. 2 വാർഡുകളിൽ പ്രവർത്തിക്കുന്ന നമുക്കറിയാത്തത് പോലെ മുളച്ചു പോകുന്ന അത്തരത്തിലുള്ള ക്വാറികൾ ആരോഗ്യപരമായിട്ടും പാരിസ്ഥിതികപരമായിട്ടും നമുക്ക് ശല്യം തന്നെയാണ്. അത് അവിടെയുള്ള പ്രദേശവാസികളോട് ചോദിച്ചാലാണ് അതിന്റെ ആ ഒരു ഇമ്പാക്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് നേരിട്ട് പോയി മനസ്സിലാക്കിയതാണ് തൂത കുളപ്പട റോഡ്. അപ്പോ നമ്മൾ അവരുടെ ജനമധ്യത്തിൽ നിന്ന് തന്നെയാണ് കോറി ഉടമകളെ എല്ലാം വിളിച്ച് നമ്മൾ സംസാരിച്ചത്. ബഹുമാനപ്പെട്ട 1ാം വാർഡിലെ കൗൺസിലർ അടക്കം അവരുടെ ഉണ്ടായിരുന്നു. അപ്പോ AE ഉണ്ടായിരുന്നു, ഭരണസമിതിയിലെ മറ്റു കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഭരണസമിതി അവരോട് നമ്മളുടെ ആ ഒരു അല്ലെങ്കിൽ തീരുമാനം എന്നുള്ള നിർദ്ദേശം അവരുടെ ആവശ്യത്തിനനുസരിച്ച് തന്നെയാണ് അവരോട് സംസാരിച്ചിട്ടുള്ളത്. നമ്മുടെ
എയുടെ അല്ലെങ്കിൽ നഗരസഭാ എഞ്ചിനീയറുടെ സൂപ്പർവിഷനിൽ അവരുടെ ആവശ്യം അവിടെ ഏത് തരത്തിലുള്ള റോഡാണോ BMDC ലെവലാണ് ആദ്യം എ പറഞ്ഞ അനുസരിച്ചിട്ട് അവിടെ കോൺക്രീറ്റ് ആണ് നല്ലത് പറഞ്ഞു. പക്ഷെ അവിടെ ആളുകളുടെ ആവശ്യം BMDC നിലവാരത്തിലുള്ള റോഡാണ് മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു നോട്ടീസ് തന്നെയാണ് അവർക്ക് കൊടുക്കാനും പോകുന്നത്. എന്ന് കൊടുക്കാൻ പറ്റില്ലേ? അപ്പോ ഇന്ന് ഈ ഒരു അജണ്ട അല്ലെങ്കിൽ ഈ ഒരു അഭിപ്രായത്തിനനുസരിച്ച് ജനങ്ങളുടെ പ്രശ്നത്തിനൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഭരണസമിതി അവർക്ക് അത് നിർബന്ധമായും ചെയ്യണം എന്നുള്ള നിലക്ക് നല്ല നിലവാരത്തിലുള്ള റോഡ് തന്നെ അവിടെ ജനങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കി കൊടുക്കണം എന്നുള്ള തരത്തിലുള്ള നോട്ടീസ് കൊടുക്കുന്നുണ്ട്. തിങ്കളാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ 14 അജണ്ടകൾക്ക് പുറമെ ഒരു സപ്ലിമെന്ററി അജണ്ടമേലും ചർച്ചകൾ നടന്നു. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടത്തുന്നതിനും ഹൈസ്കൂൾ റോഡിലെ ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമമാക്കുന്നതുമായി ബന്ധപ്പെട്ടും പഴയ ബസ് സ്റ്റാൻഡ് അടച്ചുപൂട്ടലുമായി ബന്ധപ്പെട്ട ട്രാഫിക് റെഗുലേറ്ററി യോഗം ചേരുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, ചെറുപ്പളശ്ശേരി. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.